ഹലോ, യെസ് മിസ്സസ് പാനിക്കർ ഹിയർ. ഓ ഹായ് മിസ്സസ് ഡൊമിനിക്, എന്തൊക്കെയുണ്ട് പെട്ടെന്ന്? റിയലി? താങ്ക് യു ഫോർ ദിസ് വണ്ടർഫുൾ ന്യൂസ് മിസ്സസ് ഡൊമിനിക്. എനിക്ക് ഒത്തിരി ഹാപ്പി ആയി. യു ആൾസോ ഹാപ്പി നോ? ഓക്കേടാ, നമുക്ക് ക്ലബിൽ മീറ്റിംഗിന് കാണാം. ഞാനിപ്പോ പലരോട്ട് ഇറങ്ങാൻ തുടങ്ങുവാ. പിന്നെ ആ പച്ചസാരി തന്നെ ഉടുക്കണം കേട്ടോ. ഇന്ന് ഗ്രീൻ റെവല്യൂഷൻ അല്ലേ. ഓ ബൈ. എന്താടി ഫോൺ ചെയ്ത് കഴിഞ്ഞപ്പോ നിന്റെ മുഖത്ത് ഒരു ഭയങ്കര സന്തോഷം? ഒന്നുമില്ല പണിക്കരേട്ടാ. എന്തായാലും നിന്നെ സന്തോഷിപ്പിക്കണ എന്തോ ഒരു ന്യൂസ് നിനക്ക് കിട്ടിയിട്ടുണ്ട്. അതെ പണിക്കരേട്ടാ, ആ ജാടക്കാരി ഹേമയുടെ ഹസ്ബൻഡില്ലേ സോമൻ, അയാളെ കോളനിക്കാരെല്ലാരും കൂടെ വളഞ്ഞിട്ട് തല്ലി പോലീസ് പിടിച്ചോണ്ട് പോയി. അയ്യോ, നമ്മുടെ സോമനെയോ? അയ്യോ, എന്നാത്തിനാ? അത് ശരി, കോളനിക്കാരുടെ മുമ്പിൽ ചെന്ന് കള്ളും കുടിച്ച് തുണിയും പറിച്ചിട്ട് അവരെ ചീത്ത പറഞ്ഞ അവര് പിന്നെ നോക്കി നിൽക്കൂ. അല്ല, അയാൾക്ക് എന്താ ജോലി? അയാളെന്തോ പേഴ്സണാലിറ്റി ഡെവലപ്മെന്റിന്റെ ട്രെയിനറാ. പേഴ്സണാലിറ്റി ഡെവലപ്മെന്റിന്റെ ട്രെയിനർ. അതാണെങ്കിൽ അയാളെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. കെട്ടിക്കൊണ്ടുവന്ന പെണ്ണ് ശരിയായിരിക്കണം. നിങ്ങളോടെ സംസാരിച്ചിരിക്കാൻ എനിക്ക് നേരമില്ല. 10 മണിക്ക് നാൻസി ഒന്ന് കാണണം. അതിന് കഴിഞ്ഞ് എനിക്ക് ബ്യൂട്ടി പാർലറിൽ പോണ്ടതാ. അതെ, അത് കഴിഞ്ഞ് ഞങ്ങക്ക് ഗ്രീൻ റെവല്യൂഷന്റെ ഒരു മീറ്റിംഗ് ഉണ്ട്. ശരി പോയിട്ട് വാ. അല്ല, പണിക്കരേട്ടൻ ഇന്ന് കട തുറക്കുന്നില്ലേ? ഓ, ഞാൻ ഇന്ന് പണിക്കാരെ ഏൽപ്പിച്ചു. ഞാനേ ഇന്ന് റെസ്റ്റ് എടുക്കാൻ പോവാ. കുഴപ്പമില്ല, ഇന്ന് വേലക്കാരി ചന്ദ്രിക വരത്തില്ലെന്ന് പറഞ്ഞിട്ടുണ്ട്. റെസ്റ്റ് എടുത്തോട്ടെ. അല്ല, എന്നും തിരക്കിട്ട് ഈ ജോലിക്കിടയിലേ ഒരു ദിവസം റെസ്റ്റ് എടുക്കുന്നത് നല്ലതാന്ന് പറയുമായിരുന്നു. അപ്പൊ ഞാൻ പോട്ടെ. ഇവളെന്താ ഇവിടെ? കമലു, നീ പോകുന്നില്ലേ? അല്ല, പണിക്കരേട്ടൻ ഇന്ന് റെസ്റ്റിലാണല്ലോ. അപ്പൊ പണിക്കരേട്ടൻ ഒറ്റയ്ക്ക് റെസ്റ്റ് എടുത്ത് ബോറടിക്കണ്ട. അപ്പൊ ഞാനും കൂടി ഇരുന്ന് റെസ്റ്റ് എടുത്ത് നമുക്ക് ഒരുമിച്ച് റെസ്റ്റ് എടുക്കാമല്ലോ. അല്ല, നീ നിന്റെ കൂട്ടുകാരിയെ കാണണോന്ന് പറഞ്ഞു. ഓ, അവളെ കണ്ടിട്ട് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. അപ്പൊ നിനക്ക് ബ്യൂട്ടി പാർലറിൽ പോണ്ടേ? നാളെ എന്റെ കല്യാണം ഒന്നും അല്ലല്ലോ. ഗ്രീൻ റെവല്യൂഷനാ, ക്ലബില് മീറ്റിംഗാ. ഞാൻ ചെന്നില്ലെങ്കിൽ ഗ്രീൻ റെവല്യൂഷൻ നടക്കും, മനസ്സിലായോ? ആവശ്യമില്ലാത്ത കാര്യം ഒന്നും സംസാരിക്കണ്ട. ചന്ദ്രിക നിന്നേ. ചന്ദ്രിക പോവാണോ? ഞാൻ കൊച്ചമ്മയോട് പറഞ്ഞല്ലേ ഞാൻ ഇന്ന് ലീവായിരിക്കുന്നു. പിന്നെ നീ വന്നത്? ഞാൻ എന്റെ മൊബൈൽ മറന്നുപോയി, അത് എടുക്കാൻ വന്നതല്ലേ. എന്നാ പിന്നെ ഞാൻ പോവാ. അതല്ലേ പണിക്കരേട്ടൻ നല്ലത്. പണിക്കരേട്ടന്റെ റെസ്റ്റ് എന്തിനാ ഞാൻ വെറുതെ ഇരുന്ന് നശിപ്പിക്കുന്നത്? അപ്പൊ നിനക്ക് റെസ്റ്റ് ഒന്നും ഇല്ലേ? അല്ല, വെറുതെ എന്തിനാ ഞാൻ റെസ്റ്റ് എടുക്കുന്നത്? ഞാൻ പോയിട്ട് വരാവേ. ഭയങ്കരി അവളുടെ ഒരു റെസ്റ്റ്. നീ പമ്മി വന്നെ? അതാ കമലേച്ചിനെ കണ്ടാന്നേ. ചേച്ചിക്ക് എന്നെ കണ്ടു കഴിഞ്ഞ പിശാശു കുരിശ് കണ്ടോല്ലേ. നീ എന്താ വന്ന കാര്യം? പണിക്കരേട്ടൻ എനിക്കൊരു ഉപകാരം, എനിക്കൊരു കത്തെഴുതി തന്നെ. കത്തെഴുതി തന്നെ? എഴുത്തുമാനെ അറിയാൻ പാടില്ല, ഇങ്ങനെ മറ്റുള്ളവരെ ആശ്രയിക്കേണ്ടി വരും. പറ, എന്താണ് എഴുതേണ്ടത്? ആർക്കാണ് എഴുതേണ്ടത്? എന്നാ എഴുതിക്കോ. എന്റെ പ്രിയപ്പെട്ട ചന്ദ്രിക. ചന്ദ്രികക്കാണോ നീ ലവ് ലെറ്റർ എഴുതുന്നത്? പണിക്കരേട്ടനെ അറിയാലോ, അവൾ എന്റെ വകയിലൊരു മുറപ്പെണ്ണാണ്. ഞാൻ ഫോൺ ചെയ്ത് അവളെ എടുക്കത്തില്ലെന്ന്. ശരിയെന്നാ. അതുകൊണ്ട് ഒരു കത്തെഴുതി കൊടുക്കാന്ന് തീരുമാനിച്ചു. പറ. നിന്നെ ഇഷ്ടമില്ലാത്തതുകൊണ്ടാണ് അവള് ഫോൺ എടുക്കാത്തത്. അത് മനസ്സിലാക്കാനുള്ള ബുദ്ധിയില്ല നിനക്ക്. അല്ലെങ്കിൽ തന്നെ നിന്നെ എങ്ങനെ ഇഷ്ടപ്പെടാനാ? 24 മണിക്കൂറും കള്ളും കുടിച്ച് നാട്ടുകാരെ തല്ലും മേടിച്ച് നടക്കാൻ നിന്നെ ഏത് പെണ്ണ് ഇഷ്ടപ്പെടാനാടാ? സത്യം പറ, നിനക്കൊരു ദിവസം എത്ര തല്ല് കിട്ടും? ആക്കറിയാ, ഞാൻ എണ്ണാറുണ്ടോ? ഇതൊക്കെ എണ്ണാൻ പറ്റുമെങ്കിൽ ഞാൻ വല്ല കണക്കെഴുതാൻ പോവില്ലല്ലോ. എടാ, ഈ കള്ളു കുടിച്ച് നടക്കുന്നോണ്ടാണ് നിനക്ക് എവിടെ ചെന്നാലും തല്ല് കിട്ടുന്നത്. ഏറ്റവും വലിയ ഉദാഹരണം ഞാൻ തന്നെയാണ്. ഞാൻ കള്ളു കുടിക്കാറില്ല, ഒരിടത്ത് ചെന്നാലും എനിക്ക് തല്ല് കിട്ടാറുമില്ല. പണിക്കരേട്ടാ, ഇന്നു മുതൽ ഞാൻ കള്ളുകൂടി നിർത്തി. ഉറപ്പാ, ഇനിയും കള്ളും കുടിച്ച് ആരുടെ തല്ലി മേടിക്കുന്ന പ്രശ്നം ഉണ്ടാവില്ല. പണിക്കരേട്ടനാണ് സത്യം. ഇപ്പൊ പറഞ്ഞത് ഉറപ്പാണെങ്കിൽ ഞാൻ നിനക്ക് വേണ്ടി കത്തെഴുതരാം. എന്താ എഴുതേണ്ടേ? എന്റെ പ്രിയപ്പെട്ട ചന്ദ്രിക, എന്റെ പ്രിയപ്പെട്ട, കുറെ നാളുകളായി പറയണമെന്ന് മനസ്സിൽ വിചാരിച്ചു. നിന്നെ എനിക്ക് വളരെയേറെ ഇഷ്ടമാണ്. രമണനും കണ്ണകിയും പോലെ. രമണനും കൊള്ളാം. ഷാജഹാനും മുംതാസും. സൂപ്പർ. ജയറാമും പാർവതിയും പോലെ. ദിലീപും മഞ്ജു വാര്യരും പോലെ. അടിപൊളി. എഴുതട്ടെ.
മാണിയും ജോസഫും പോലെ. മാണിയും ജോസഫോ? ആഹാ, അവരിപ്പോ അങ്ങനെയാണല്ലോ, ഇണങ്ങും പിണങ്ങും ഇണങ്ങും പിണങ്ങും. ഇപ്പൊ ഇണക്കത്തിലാണല്ലോ. ബാക്കി പറ. നിനക്ക് സമ്മതമാണെങ്കിൽ ആരും അറിയാതെ നമുക്ക് രജിസ്റ്റർ മാരേജ് നടത്താം. രജിസ്റ്റർ മാരേജോ? അത് വേണോ? ആ ശരി, ബാക്കി പറ. അതെന്താ നീ രജിസ്റ്റർ മാരേജ് ചെയ്യണേ? എന്റെ പണിക്കരേട്ടാ, സ്വർണത്തിലൊക്കെ വില നിൽക്കുമ്പോ സ്വർണം മേടിച്ചിട്ട് കരക്കാർക്ക് ചോറും സാമ്പാറും വെച്ചു കൊടുക്കാൻ എനിക്ക് എന്നെ പ്രാന്താണോ? അത് കൊള്ളാം. പ്രതീക്ഷയോടെ സ്വന്തം. പ്രതീക്ഷയോടെ സ്വന്തം. സ്വന്തം 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 സ്വന്തം. പേരെഴുതണ്ട. എന്താ എഴുതേണ്ടെന്ന് പറ നീ. അവക്കെന്നെ ഇഷ്ടമുള്ള വിളിച്ചോട്ടെ. എന്നാലും ചക്കരക്കുട്ട, തപ്പുറുമോന്, അയ്യോ. അപ്പുറമുട്ടു എന്നൊക്കെ വിളിച്ചോട്ടെ. എന്നാലും ഒന്നും എഴുതേണ്ട അവസാനം. ഉമ്മ. എന്നാ വൃത്തിയോടൊക്കെയാ കാണിക്കുന്നേ? ഉമ്മ എന്ന് വെച്ചാ എന്നാ? എന്താ? അമ്മ, മാതാവ്. ആ. കാശുള്ളവർക്കാണ് ഈ മമ്മി, ആ. കാശില്ലാത്തവർക്കാണ് അമ്മച്ചി. ആ ഉമ്മയല്ല നീ ഇപ്പൊ പറഞ്ഞ ഉമ്മ, അതൊക്കെ എനിക്ക് മനസ്സിലാവും. ഉമ്മയെങ്കിൽ ഉമ്മ. ആ ഇത് കൊണ്ടേ കൊടുക്ക്, എന്തെങ്കിലും ആവട്ടെ. എന്നാ പിടിച്ചോ. അത് ശരിയല്ല. ഏ? അത് ശരിയല്ല. ഇത് കൊണ്ട് കൊടുക്കടാ. പിന്നെ ആരും കൊണ്ടേ കൊടുക്കും? പണിക്കരേട്ടൻ കൊടുക്കും. ഞാനാ? ഞാൻ കൊടുക്കൊന്നുമില്ല. പണിക്കരേട്ടൻ കൊടുക്കണം. എന്താ ഈ പറയണ? അവളെന്റെ വീട്ടില് വേല കേൾക്കണേ, ഞാൻ കൊടുക്കൊന്നുമില്ല. പണിക്കരേട്ടൻ കൊടുത്തില്ലേ വേണല്ലോ. ഞാൻ ഇനി ഒരു തെരുവായപ്പോലെ ഇവിടെ കിടന്ന് നാട്ടുകാരെ തല്ലും മേടിച്ച് ഒരു ചെറുപ്പക്കാരന്റെ ജീവിതം മനസ്സിലാക്കാൻ പറ്റാതെ നിങ്ങൾ പ്രശ്നം ഉണ്ടാക്കല്ലേ? ഞാൻ കൊണ്ടുപോയി കൊടുത്തോളാം. ഹോ, ഒരു നല്ല കാര്യത്തിന് വേണ്ടിയല്ലേ, എന്തായാലും ഞാൻ കൊണ്ടുപോയി കൊടുത്തോളാം. അയ്യേ. I have wah. Check it out, yo. Wah. I'll break it down. Yeah, yeah. Check it out, yo. Wah, wah. I'll bring the beat back. Shake, 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 shake. ചന്ദ്രിയെ, ചന്ദ്രിയെ. ആ പണിക്കരേട്ടനോ? ഞാൻ ഇന്ന് വരില്ലെന്ന് കമലേച്ചോട് പറഞ്ഞതാണല്ലോ. അതിനല്ല. പിന്നെ ആ ചന്ദ്രനുണ്ടല്ലോ, ആ കള്ളോടിയൻ, അവനൊരു ലവ് ലെറ്റർ നിനക്ക് തരാൻ വേണ്ടി തന്ന് അതും കൊണ്ട് വന്നതല്ലേ ഞാൻ. ഓ, നാട്ടുകാരെ മുഴുവൻ തല്ലിട്ടുന്ന ആ കള്ളൂടിയനോ? എനിക്ക് അവൻ ഇഷ്ടമല്ല. അയ്യോ അങ്ങനെ നോക്കണ്ട. അവന്റെ ഈ ലവ് നീ ആക്സെപ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അവൻ കള്ളൂടിയൊക്കെ നിർത്തി ഡീസന്റ് ആകാന്ന് പറഞ്ഞിരിക്കും. ഓ, അതുകൊണ്ട് ഈ കത്തൊന്ന് വായിച്ചിട്ട് നല്ല ഉചിതമായ മറുപടി ഇങ്ങ് തന്നേക്കണം. ദാ. അയ്യോ, ശരി, മറുപടി ഞാൻ ഇപ്പൊ തന്നെ തരാം. നീ ഇന്ന് ലീവ്, നിങ്ങൾക്ക് ഇന്ന് റെസ്റ്റ് അല്ലേ? ആഹാ, രണ്ടുപേരുടെ കാര്യത്തില് ഒരു തീരുമാനം. അയ്യോ അതങ്ങനെ അല്ല. എന്റെ പ്രിയപ്പെട്ട ചന്ദ്രികെ, കൊറേ നാളായി പറയണമെന്നും വിചാരിക്കുന്നു. അപ്പൊ കൊറേ നാളായി അല്ലേ ഈ പരിപാടി തുടങ്ങിട്ട്. സമ്മതമാണെങ്കിൽ രജിസ്റ്റർ മാരേജ് ചെയ്യാം എന്ന പ്രതീക്ഷയോടെ സ്വന്തം പേരില്ല. ഉമ്മ, ഉമ്മ, ഉമ്മ. അയ്യോ ഞാനല്ല. അയ്യോ, 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 അയ്യോ. ഞാനൊന്ന് പറയട്ടെ. ഓടി അവിടുന്ന്, മിണ്ടി പോരുത്, പോടി. ആ, ഇനിയെങ്കിലും ഞാനൊരു സത്യം പറയാം. ഇനിയെങ്കിലും ആ, പറ. പറയട്ടെ. ഇതെന്റെ കത്തല്ല. ഇത് നിങ്ങളുടെ കത്തല്ലേ? ഈ കയ്യക്ഷരം എനിക്ക് ഒരുപാട് കാലമായിട്ട് പരിചയമുള്ളതാ. സത്യം പറ, ഇത് നിങ്ങൾ എഴുതിയതല്ലേ? അല്ല, അതെ, അതെ. അല്ല 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 അല്ലേ? അതെ, അതെ. അല്ല അതെ അല്ല അതെ, ഞാനിപ്പോ ഞാനും ക്ഷണിച്ച്. ബാക്കി നിങ്ങൾക്ക് വീട്ടിൽ ആ വന്നിട്ട് അത് മതി. നിങ്ങളുടെ പണിക്കരേട്ടനല്ലേ പറഞ്ഞേ കള്ളു കുടിച്ചാലേ അടി കിട്ടുന്നതെന്ന്? ആ, ഇപ്പൊ അതെ. ഒരു കാര്യം മനസ്സിലായോ? എന്താണ്? കള്ളു കുടിച്ചാലും ഇല്ലെങ്കിലും കിട്ടാനുള്ളത് എവിടുന്നായാലും വന്ന് കിട്ടിയിരിക്കും. Is it true? Yes.